വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തരംഗം തീർത്ത രണ്ട് ട്രെൻഡ് സെറ്ററുകളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. ഫാസിൽ 1997 പുതുമുഖ നായകനെയും പുതുമുഖ നായികയെയും വെച്ച് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ഒരു കാലത്ത് ബാലതാരമായി തരംഗം തീർത്ത ബേബി ശാലിനി മുതിർന്ന ശേഷം ഫിലിം ഫീൽഡിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഫാസിൽ തൻ്റെ നായികയായി ശാലിനിയെ തീരുമാനിക്കുകയും പുതുമുഖ നായകനായി ഓഡിഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് മലയാള സിനിമയുടെ അമരക്കാരനായിരുന്ന നവോദയ അപ്പച്ചൻ്റെ ചെറുമകൻ കുഞ്ചാക്കോ ബോബൻ എന്ന ചെറുപ്പക്കാരൻ പിതാവായ കുഞ്ചാക്കോയുടെ പ്രേരണയാൽ ഓഡിഷനിൽ പങ്കെടുക്കുകയും നായകനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തിലകൻ, ശ്രീവിദ്യ, ഇന്നസെൻ്റ്, ജനാർദ്ദൻ എന്നിങ്ങനെ വലിയൊരു താരനില തന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് 1997 അനിയത്തിപ്രാവ് എന്ന സിനിമ റിലീസ് ചെയ്യപ്പെട്ടു. ബേബി ശാലിനിയുടെ തിരിച്ചുവരവ് എന്ന ഫാക്ടർ സിനിമയെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരുന്നു. എങ്കിലും ഒരു പ്രണയകഥയുടെ വ്യത്യസ്തമായ ആവിഷ്കാരവും പ്രേക്ഷകരുടെ മനം കവർന്ന ക്ലൈമാക്സുമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. ശാലിനിയെ സ്ക്രീനിൽ കാണാനായി തിയേറ്ററിലെത്തിയവരുടെ ശ്രദ്ധ പതിയെ സിനിമയിലെ നായകനായ ചെറുപ്പക്കാരനിലേക്കായി. ഒരു ചോക്ലേറ്റ് നായകൻ്റെ രൂപഭാവത്തോടെ ത്രസിപ്പിക്കുന്ന ഡാൻസ് സ്റ്റെപ്പുകളുമായി ആ ചെറുപ്പക്കാരൻ പതിയെ കളം പിടിക്കുകയും യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി മാറുകയും ചെയ്തു. ഔസേപ്പച്ചൻ ഈണം പകർന്ന പാട്ടുകൾ ഏവരുടെയും ചുണ്ടിലും മനസ്സിലും തത്തിക്കളിച്ചു. കുഞ്ചാക്കോ ബോബൻ ശാലിനി കോംബോ വമ്പൻ ഹിറ്റാവുകയും അനിയത്തിപ്രാവ് പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് പല യുവനടന്മാർ പല കാലഘട്ടങ്ങളിലായി തരംഗമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്ന് കുഞ്ചാക്കോ ബോബൻ തീർത്ത ഓളത്തിനപ്പുറമെത്താൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ്. അന്നത്തെ കൗമാരക്കാർ ഇന്നത്തെ മിഡിൽ ഏജേഴ്സാണ്. എങ്കിലും 80s കിഡ്സിന് ഇന്നും അനിയത്തിപ്രാവും ലവ് ആൻഡ് ലവ് ഒൺലിയും ഒരു രാജമല്ലിയുമൊക്കെ തങ്ങളുടെ സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത് 1997 ഫാസിൽ തീർത്ത ട്രെൻഡ് സെറ്ററിൻ്റെ കഥ. പുതുമുഖങ്ങളെ വച്ച് തരംഗം തീർക്കുന്ന പരിപാടി ഫാസിൽ തുടങ്ങിയിട്ട് കാലം കുറയായി. കൃത്യമായി പറഞ്ഞാൽ 1980 തൻ്റെ അരങ്ങേറ്റ സിനിമയിൽ തന്നെ. ആ കഥ ഇങ്ങനെയാണ്. 1980 പുതുമുഖ സംവിധായകനായിരുന്ന ഫാസിൽ പുതുമുഖ നായകനെയും നായികയെയും അണിനിരത്തി സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു തലൈ രാഗം എന്ന തമിഴ് സിനിമയുടെ മാത്രം അനുഭവസമ്പത്തുണ്ടായിരുന്ന ശങ്കർ എന്ന ചെറുപ്പക്കാരൻ നായകനായും പൂർണിമ ജയറാം നായികയായും തീരുമാനിക്കപ്പെട്ടു. വില്ലനായി അന്നത്തെ തിരക്കുള്ള നടനായിരുന്ന രവീന്ദ്രനെ തീരുമാനിക്കുകയും പിന്നീട് രവീന്ദ്രൻ്റെ മറ്റ് സിനിമകളുടെ തിരക്ക് കാരണം ആ കാസ്റ്റിംഗ് മാറ്റുകയും ചെയ്തു. ഒരു പുതുമുഖത്തെ വില്ലനായി അവതരിപ്പിക്കാൻ ഫാസിൽ തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്ത് ജനിച്ച ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തുക്കളായ സുരേഷ് കുമാർ, പ്രിയദർശൻ, അശോക് കുമാർ എന്നിവരുടെ പ്രേരണയാൽ സ്ക്രീൻ ടെസ്റ്റിന് അപേക്ഷിക്കുകയും ഫാസിൽ പിന്നീട് സെലക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ പുറത്തിറങ്ങി. ആദ്യമൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്ന സിനിമ മൗത്ത് പബ്ലിസിറ്റിയുടെ ബലത്തിൽ പതിയെ തരംഗമായി മാറി. ജെറി അമൽദേവിൻ്റെ സംഗീത സംവിധാനത്തിൽ രൂപപ്പെട്ട പാട്ടുകൾ വമ്പൻ ഹിറ്റായി മാറി. ശങ്കർ എന്ന പ്രണയനായകൻ 80കളിലെ മുൻനിര നായകനായി മാറുകയും പൂർണിമ ജയറാം മുൻനിര നായികയായി മാറുകയും ചെയ്തു. പക്ഷേ അവരെക്കാൾ ഉപരിയായി തോള് ചരിച്ച് സിനിമയിലേക്ക് കടന്നു വന്ന ആ വില്ലൻ ശ്രദ്ധിക്കപ്പെടുകയും അയാളുടെ വ്യത്യസ്തമായ അഭിനയ ശൈലി ചർച്ചാ വിഷയമാകുകയും ചെയ്തു. വില്ലൻ വേഷങ്ങളിൽ നിന്നും സ്വഭാവ നടനിലേക്കും പിന്നീട് ഉപനായകനിലേക്കും വളർന്ന ആ നടൻ പതിയെ നായകനിരയിലെത്തുകയും വ്യത്യസ്തമായ വേഷങ്ങൾ പകർന്നാടി മലയാള സിനിമയിൽ തൻ്റേതായ ഒരു താരസിംഹാസനം തന്നെ സൃഷ്ടിച്ച് അതിലിരിപ്പുറപ്പിക്കുകയും ചെയ്തു. 80കളിലെ കൗമാരക്കാർ മിഡിൽ ഏജും പിന്നീട് ഓൾഡ് ഏജിൻ്റെ പടിവാതിലെത്തുമ്പോഴും അവർക്ക് മനസ്സിൽ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇന്നും മലയാള സിനിമയെ തോളിലേറ്റി മമ്മൂട്ടി എന്ന നടനൊപ്പം അയാൾ മലയാള സിനിമയുടെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്നു എന്നത് തന്നെയാണ്. ഇതാണ് ഫാസിൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി തീർത്ത രണ്ട് ട്രെൻഡ് സെറ്ററുകളുടെ കഥ.